നമ്മളെല്ലാവരും ഏറ്റവും അധികം ജീവിതത്തില് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് പണം തന്നെയാണ്, സമാധാനം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. പണം എങ്ങനെയാണ് സന്തോഷവും സമാധാനവും തരുന്നതെന്ന് പലരും പല രീതിയിൽ പറയുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സന്തോഷമായിരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം പണം തന്നെയാണ്. നമ്മൾ സാധാരണ ഇക്കണോമിക്സിലൊക്കെ പറയാറുണ്ട്, നമ്മൾക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് ദുഃഖിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സന്തോഷമായിരിക്കും വലിയൊരു ലക്ഷറി വാഹനത്തിൽ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അത്രയധികം പ്രാധാന്യം പണത്തിനുണ്ട്. ആരൊക്കെ നിഷേധിച്ചാലും എന്തെല്ലാം ആശയങ്ങളുടെ പേരില് നമ്മള് പണമൊന്നും പറയരുത്, പണത്തിന്റെ കാര്യമൊന്നും പറയരുത്, പണമല്ലല്ലോ എല്ലാം എന്ന് പറയുമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം പണം തന്നെയാണ് എല്ലാം എന്ന്, അല്ലെ? ഇത് പറയുമ്പോൾ തോന്നും ഇത് ഇന്നത്തെ ഒരു ലോകത്തിന്റെ സംസ്കാരമാണ് ഞാൻ ഈ പറയുന്നത്, ഭാരതീയതയിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തില് ട്രീറ്റ് മണി ആസ് എ ലിവിംഗ് എൻറ്റിറ്റി, അതായത് പണത്തിനെ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ആദരിക്കണം എന്ന സാമ്പത്തിക ശാസ്ത്രം പറയുന്നതിനും പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും ആയിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം. അതായത് മഹാലക്ഷ്മിയുടെ രൂപത്തിൽ പണത്തിനെ നിങ്ങൾ ആദരിക്കണം. എന്തിനാണ് ഈ വ്യക്തിയുടെ രൂപത്തിൽ നമ്മളോട് ആദരിക്കാൻ പറഞ്ഞത്? നമ്മൾ ഒരു വ്യക്തിയായിട്ട് പണത്തിനെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം വർദ്ധിക്കും. ആ വ്യക്തിയെ നമ്മൾ എത്രത്തോളം ആ വ്യക്തിയാണ് പണം എന്നുള്ള രീതിയിൽ നമ്മൾ ആദരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിരോധമുണ്ടാകുന്ന ഒരു രീതിയിലും നമ്മൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും പണമായി കാണാൻ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? നമുക്ക് ഷോഡശ ലക്ഷ്മി സംസ്കാരമാണുള്ളത്. ഇക്കണോമിക്സിൽ 5 ഫോംസ് ഓഫ് വെൽത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തില് ഷോഡശ ലക്ഷ്മി മാത്രമല്ല സകലതും ലക്ഷ്മിയാണെന്നാണ് പറയുന്നത്, അല്ലെ? നമുക്കറിയാം സന്താനം എന്താണ്, സന്താന ലക്ഷ്മി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വിദ്യ എന്താണ്, വിദ്യാലക്ഷ്മി എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഗുണഗണങ്ങൾ എടുത്തു നോക്കൂ. ധൈര്യം എന്താണ്, ധൈര്യലക്ഷ്മി എന്നാണ് പറയുന്നത്. ലക്ഷ്മി സഹസ്രനാമമുണ്ട്. അതുപോലെ തന്നെ നമ്മള് സുപ്രഭാതം, ലക്ഷ്മി സുപ്രഭാതത്തിൽ നമ്മൾ ഓരോ ലക്ഷ്മികളെയായിട്ട് വന്ദിക്കുന്നുണ്ട്. എന്തിനാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ആ പഠിച്ചിട്ട് ഇന്ന് കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന്റെ കയ്യിൽ മാത്രം പണമില്ലാത്തൊരവസ്ഥയിൽ എന്തുകൊണ്ട് നമ്മൾ എത്തി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രബോധകരെന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിനെ എങ്ങനെയാണ് പണമാക്കി മാറ്റുക, അതെങ്ങനെ നമ്മുടെ സുരക്ഷിതത്വത്തിനും സന്തോഷത്തിനും സമൂഹത്തിനും സമാജത്തിനും രാഷ്ട്രത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു മിഷൻ ജീവിതത്തില്. നമ്മള് സാധാരണ ബാലഗോകുലം ക്ലാസ്സുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏത് ഹിന്ദു സംഘടനകളെ എടുത്തു നോക്കിക്കോട്ടെ, എല്ലാവരും ഒന്നുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിളിച്ചാൽ അവര് വരാറില്ല. 100 പേര് ആദ്യം വരും, പിന്നെ അത് 50 ആവും, പിന്നെ അത് 20 ആകും, 10 ആവും. അവസാനം തീരെ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും വീടുകളിലെ കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് 2 or 3 പേരായിട്ട് ചുരുങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങി പോയിട്ടും നമ്മൾ അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്ന, പരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സാധനം, ഒരു കടയില് ഒരു സാധനവും വിറ്റുപോകുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്നറിയാമോ? മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും, മാനേജ്മെന്റ് എല്ലാം പഠിച്ചിട്ടുള്ള. നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകുക മാർക്കറ്റിങ്ങിനാണ്. അതിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക? നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. മാർക്കറ്റിംഗ് ഇസ് ദ കീ എന്ന് പറയും. നമുക്ക് ഉദാഹരണം പറയാം. യോഗ, നമ്മൾ മുമ്പും കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യോഗയുടെ മഹത്വം. യോഗ ഇങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം. പക്ഷെ ലോകാരാധ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എത്തിയപ്പോൾ, അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തപ്പോൾ ലോകരാജ്യങ്ങളിലെല്ലാം ജൂൺ 21 എന്ന് പറയുന്നത് യോഗ ഡേ ആയിട്ട് മാറ്റി. എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം? അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മാർക്കറ്റ് ചെയ്യാൻ രീതിയിൽ അതിനെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ നമ്മുടെ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ തത്വമായിക്കോട്ടെ, നമ്മുടെ ധർമ്മമായിക്കോട്ടെ, നമ്മുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, നമ്മുടെ സംസ്കാരമായിക്കോട്ടെ, നമ്മൾ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെയും കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. കുട്ടികളെ ആകർഷിക്കണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രബോധത്തോടുകൂടി നമ്മളത് അവതരിപ്പിക്കണം. ഒപ്പം അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ഗുണമുണ്ടോ എന്ന് നോക്കുന്ന രീതിയിൽ, അവർക്ക് ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അവർക്ക് ഗുണമുണ്ടാകണം, എന്തുണ്ടാകണം? അവർക്ക് ഇൻട്രസ്റ്റ് വരുത്തുന്ന രീതിയിൽ നമ്മൾ അത് അവതരിപ്പിക്കണം. അവർക്ക്
സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ അവതരിപ്പിക്കണം. അവർക്ക് അവിടെ വരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അത് അവതരിപ്പിക്കണം. ശാസ്ത്രവും ജീവിതവുമായിട്ട് ചേർത്ത് വേണം നമ്മൾ എന്ത് വിഷയവും അവതരിപ്പിക്കാൻ. എന്നാൽ മാത്രമേ വ്യക്തികളിലായാലും കുട്ടികളിലായാലും നമുക്ക് ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമുക്ക് പറ്റിയിട്ടുള്ള അപജയം. എന്തുകൊണ്ടാണ് നമ്മുടെ സംഘടനകളിൽ വരുന്നവർ പോലും ആദ്യം വരുന്നത്ര ആൾക്കാർ പിന്നെ വരുന്നില്ല? എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ നിന്ന് ബെനിഫിറ്റ് കൂടി കിട്ടണം എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ സാധിക്കണം. അത് തോന്നിപ്പിക്കാൻ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ എത്രയോ മണിക്കൂറുകൾ നമ്മൾ സിനിമ കാണാനോ അല്ലെങ്കിൽ TV കാണാനോ മാറ്റിവെക്കാറുണ്ട്. അത് വേണം. നമുക്ക് മനസ്സിന് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ്, വിനോദ ഉപാധികളിലെല്ലാം ഏർപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മൾ എത്ര സമയം നമ്മുടെ ആ സമയത്തിനെ വരുമാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്? ടൈം ഈസ് മണി എന്നാണ് പറയുന്നത്. ഈ സമയമാണ്, നമ്മളുടെ സമയമാണ് നമ്മുടെ വരുമാനമായിട്ട് മാറുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ജോലിക്ക് പോയി കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ സമയമാണ്. നമ്മൾ ഫിസിക്കലായിട്ട് ശരീരം കൊണ്ട് അധ്വാനിച്ച് നമ്മൾ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമയം ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുത്തിയിട്ടാണ്. മനസ്സുകൊണ്ട് അധ്വാനിച്ചിട്ട് നമ്മൾ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? സമയം നമ്മൾ ആ ഒരു മാനസിക വർക്കിന് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് വിനിയോഗിച്ചിട്ടാണ്. അപ്പൊ എല്ലാത്തിനും സമയം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ടൈം ഇസ് മണി എന്ന് പറയുന്നത്. 5 ഫോംസ് ഓഫ് വെൽത്ത്, 5 തരത്തിലുള്ള ധനത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഫിസിക്കൽ വെൽത്ത്, അതായത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഒരു ധനമാണ്. രണ്ടാമത്തേത് മെന്റൽ വെൽത്ത്, മാനസികമായിട്ടുള്ള കഴിവുകൾ ഒരു ധനമാണ്. മൂന്നാമത്തേത് സോഷ്യൽ വെൽത്ത്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു ധനമാണ്. അതും ഒരു ഫോം ഓഫ് വെൽത്ത് ആണ്. നാലാമത്തേത് ടൈം വെൽത്ത്, സമയം എന്ന് പറയുന്നത് ഒരു ധനമാണ്. അഞ്ചാമത്തേത് മാത്രമാണ് ഫൈനാൻഷ്യൽ വെൽത്ത് അഥവാ പണം എന്നുള്ള ധനം. ഇവിടെ പലപ്പോഴും നമ്മൾ ഏതൊരു കൂട്ടായ്മകളിലായിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനകളിലായിക്കോട്ടെ ഈ 5 ഫോംസ് ഓഫ് വെൽത്ത് ഉള്ളവരുണ്ട്. ചിലർക്ക് ശാരീരിക ആരോഗ്യം ഉണ്ടാവില്ല, അവര് ശാരീരികമായിട്ടുള്ള ധനമില്ലാത്തവരാണ്. ചിലർക്ക് മാനസികമായിട്ട് വലിയ കഴിവുകളൊന്നും ഉണ്ടാവില്ല, അതായത് കോർഡിനേഷൻ സ്കിൽസ്, എല്ലാവരെയും സംയോജിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സുരേഷ് ജി, വിദ്യാജിക്കൊക്കെ ഉള്ളത് വളരെയധികം മെന്റൽ ആയിട്ടുള്ള വെൽത്ത് ആണ്. അതായത് മാനസികമായിട്ട് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി ഏത് വിഷയവും പെട്ടെന്ന് തന്നെ അവതരിപ്പിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു കഴിവ്, അത് മെന്റൽ വെൽത്ത് ആണ്. മൂന്നാമത്തേത് സോഷ്യൽ വെൽത്ത് ആണ്. വളരെയധികം ചിലപ്പോ ഈ 2 വെൽത്ത് ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ വ്യക്തികൾക്ക്, പക്ഷെ സോഷ്യൽ വെൽത്ത് ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ ആ നാട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് ഉള്ളവരായിരിക്കും. ചിലപ്പോൾ വലിയ ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ആ സാമൂഹിക ബന്ധങ്ങൾ ഉള്ളവരുടെ സാമൂഹിക കണക്ഷൻസ് നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും. നാലാമത്തേത് എന്തായിരിക്കും? വളരെയധികം സമയമുള്ളവരായിരിക്കും. ചിലപ്പം വേറെ ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ധനമുള്ളവർക്ക് മാത്രമാണ് ടൈം അഫോർഡ് ചെയ്യാൻ സാധിക്കുക. അതായത് സമയം നമുക്ക് ഒരുപാട് കിട്ടുന്നത് എപ്പോഴാണ്? ഒരുപാട് ധനമുള്ളവർക്കും സമയമുണ്ടാവും, ഒന്നും ചെയ്യാനില്ലാത്തവർക്കും സമയമുണ്ടാവും. ഈ 2 ടൈപ്പിലും സമയമുള്ളവരുണ്ടാവും. മറ്റൊന്ന്, അഞ്ചാമത്തേത് ഫൈനാൻഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ധനം, അതായത് പണപരമായിട്ടുള്ള ധനം. ഇതുള്ളവർക്ക് മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതില് മെന്റൽ വെൽത്ത് മാത്രം ചിലപ്പം അവർക്ക് ഉണ്ടാകണമെന്നില്ല. കാരണം നമ്മൾക്കറിയാം, ഒരുപാട് ധനമുണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ലൈഫ് സ്കിൽസ് ഒന്നും അറിയുന്നവരായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു കൂട്ടായ്മകളിലോ സംഘടനകളിലോ നമുക്ക് പണമായിട്ട് നൽകാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ബാക്ക് ഔട്ട് ചെയ്യുകയും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് സാധിക്കും, എനിക്കധികം പണമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്നതിന് പകരം ഈ നേരത്തെ പറഞ്ഞ 4 ധനങ്ങളെയും മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ധനമുള്ളവരിൽ നിന്ന് മാത്രം ധനപരമായിട്ടുള്ള ഹെൽപ്പ്, പണമുള്ളവരിൽ നിന്ന് മാത്രം പണപരമായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ്. മറ്റ് 4 വിധത്തിലുള്ള ധനങ്ങളുള്ളവരിൽ നിന്ന് ആ ഫിസിക്കൽ വേൾഡിന്റെ നിയമത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അങ്ങനെ കുറെയൊക്കെ ഫിസിക്കലായിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ഭൗതിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പുരോഗതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ടെക്നോളജി, സയൻസ്, ഇതിലൊക്കെ നമ്മൾ മുന്നേറിയിട്ടുള്ളത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന്
മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ പറക്കുന്നത് ഫ്ലൈറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് പറക്കാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു പല്ലുവേദനയൊക്കെ വന്ന് പല്ല് പോകുന്നതിന് പകരം ഇന്ന് ആൾക്കാർക്ക് റൂട്ട് കനാൽ ചെയ്ത് ആ പല്ല് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന പണ്ട് കാലത്തുള്ളവരെക്കാളും ഇന്ന് ആൾക്കാർക്ക് ലോങ്വിറ്റി, ജീവിതത്തിൽ ആയുസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ചില ഭൗതിക നിയമങ്ങൾ നമ്മൾ അതിക്രമിച്ചതുകൊണ്ടാണ്. എന്നാൽ കുറേയേറെ ഭൗതിക നിയമങ്ങളെ, ഫിസിക്കൽ ലോസിനെ നമുക്ക് അതിക്രമിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അത് പ്രീ പ്രോഗ്രാംഡ് ആണ്. ഈ ഒരു ഫിസിക്കൽ വേൾഡിന്റെ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ അതിക്രമിക്കാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വിശന്ന് ഇരിക്കാൻ എനിക്ക് 3 ദിവസം 4 ദിവസം പറ്റുമെന്ന് നമ്മൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കില്ല. ഇനി ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളൊക്കെ കഴിയുമ്പം ഇനി ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ നമുക്ക് ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. എത്ര ദുഃഖമുണ്ടെങ്കിലും നമ്മൾ മനസ്സ് കുറെ കഴിയുമ്പോൾ വിശപ്പ് വരും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയും. ഇങ്ങനെ ഫിസിക്കൽ ലോസിന്റെ നിയമങ്ങളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അടുത്ത തലമുറയെ വളർത്തിയെടുത്ത് വിടാനാണ്. അപ്പോ ആ കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് ഇര തേടാറാവുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അടുത്ത തലമുറയിലേക്ക് മാറും. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും ഒറ്റക്കാലുള്ള ഒരു മേശയുടെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം 4 ആശ്രമങ്ങളുണ്ട് നമുക്ക്, അല്ലെ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ നമ്മൾ ഫുൾ ടൈം ഇപ്പം വാനപ്രസ്ഥവും ഇല്ല, സന്യാസവും ഇല്ല. ഗാർഹസ്ഥ്യത്തിൽ മാത്രമാണ്. ആദ്യം ബ്രഹ്മചര്യവും ഇല്ല. ഒന്നും കുട്ടികളെ പഠിപ്പിച്ചിട്ടുമില്ല. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുമില്ല. ജീവിച്ചു പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് എപ്പോഴും റിട്ടയർ ചെയ്യണം, അഥവാ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് എപ്പോഴാണ് മാറേണ്ടതെന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്തു പറ്റും? ഒരു 4 കാലുണ്ടാകേണ്ട ഒരു മേശയ്ക്ക് ഒറ്റ കാലുണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിലാണ് ഇന്ന് ഹിന്ദുക്കളുള്ളത്. അപ്പോ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻ, പരിമിതികൾ അറിയണം. മക്കളെ നമ്മൾ ഇര തേടാറാകുമ്പോഴേക്കും നമ്മൾ സമൂഹത്തിന് കൊടുത്തിട്ട് അവരുടെ പാട്ടിന് വിട്ടിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരുടെ കാര്യത്തിൽ സഹായിക്കുക, ഇടപെടുക എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എവറിത്തിങ് ഈസ് എക്കണോമിക്സ്, എല്ലാം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മക്കളോട് നമുക്ക് ഇത്രയധികം ഇഷ്ടവും മക്കൾക്ക് തിരിച്ച് അത്രയധികം ഇഷ്ടം തിരിച്ചും ഉണ്ടാകാത്തതെന്ന് ചിന്തിക്കണം. അവിടെ ഒരു മനഃശാസ്ത്രമുണ്ട്, ഒരു പ്രീ പ്രോഗ്രാമിംഗ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ ടൈം ആൻഡ് മണി നമ്മൾ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനോടാണ് നമുക്ക് പ്രിയം. അപ്പോൾ ഏറ്റവും അധികം നമ്മുടെ ടൈം ആൻഡ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരിലാണ്? നമ്മുടെ മക്കളിലാണ്. അപ്പോൾ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് എ ബിസിനസ്. അൾട്ടിമേറ്റ്ലി അവിടെ നടക്കുന്നത് നമ്മളൊരു ബിസിനസ് തന്നെയാണ് ഈ ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ മക്കളിലേക്ക് നമ്മൾ സമയവും നമ്മുടെ സ്നേഹവും സമ്പാദ്യവും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇഷ്ടമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. നമ്മളുടെ വിചാരം നമ്മൾ ഭയങ്കരമായിട്ട് മക്കളെ സ്നേഹിക്കുന്നു. അല്ല, അതിലൊരു പ്രൈവറ്റ് ആയിട്ട് സ്വാർത്ഥമായിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അത്രയധികം തിരിച്ച് ഇഷ്ടം വരാത്തത്? അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അടുത്ത തലമുറയിലേക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ മക്കളെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ. ഇതൊരു പരമമായിട്ടുള്ള സത്യമാണ്. ഇത് ഭൗതിക നിയമങ്ങളുടെ ഒരു അടിസ്ഥാന തത്വമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഭൗതിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ജീവിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിന് ഏറ്റവും അധികം സ്വസ്ഥത കിട്ടാൻ നമ്മൾ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ നിയമങ്ങൾ അറിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർമ്മം എന്താണ്. എന്താണ് നമ്മുടെ കർമ്മം? നമ്മളെ സന്തോഷിപ്പിച്ച് വെക്കുന്നതാണ് ഏറ്റവും അധികം വലിയ കർമ്മം. ആ കർമ്മത്തിന് ആവശ്യം എന്താണ്? നമുക്ക് സന്തോഷം തരുന്ന, നമ്മളുടെ മഹത്വം നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കുക, അതിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ധന്യരാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ദൗത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു മഹത്തായ സംഘടനയുടെ ഭാഗമായിട്ട് എത്താൻ സാധിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫിക്കേഷൻ, ആദ്യത്തെ പണി എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ള ഒരു ക്രൗഡിനെ പോലെ അങ്ങനെയൊക്കെ പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന കാര്യം, നിങ്ങൾ കൗൺസിലേഴ്സ് ആയിട്ട് സമൂഹത്തിന് നൽകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമുക്ക് നൽകണം. നമുക്ക് നൽകിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ ഫ്ലൈറ്റ് കയറുമ്പം ഈ സേഫ്റ്റി റൂൾസ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. എയർ ഹോസ്റ്റേഴ്സ്മാര്
ഫ്ലൈറ്റ് കയറിയ ഉടനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് കാണിക്കാറുണ്ട്. അതിൽ ആദ്യം അവർ ചെയ്യുന്നത് ഇന്ന വാതിലുകളുണ്ട്, എക്സിറ്റുകളുണ്ട്, അതുവഴിയായിരിക്കണം ഒരു എമർജൻസിക്ക് ഇറങ്ങുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക, അതൊന്ന് കണ്ടുപിടിച്ചു വെക്കുക, അതുവഴിയാണ് ഇറങ്ങേണ്ടത് പറയും. രണ്ടാമത് എന്താ പറയുക, ഒരു ഓക്സിജൻ മാസ്ക് എടുക്കും, അത് ഇന്ന സ്ഥലത്തുനിന്നാണ് വീഴാൻ പോകുന്നത്, മേളിൽ ഇന്ന സ്ഥലത്തുനിന്ന് അത് വലിച്ചെടുക്കണം. എന്നിട്ട് ആദ്യം പുട്ട് ഓൺ യുവർ സെൽഫ്, ആദ്യം നിങ്ങളുടെ മൂക്കിൽ അത് വെക്കുക. ആ ശ്വാസം കിട്ടിയതിന് ശേഷം ഹെൽപ്പ് അതേഴ്സ് എന്നാണ് പറയുക. കാരണം ആദ്യം നമുക്ക് നമ്മളെ സഹായിച്ചാലല്ലാതെ മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കില്ല. ഹെൽപ്പ് യുവർ സെൽഫ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇതൊരു ഫിസിക്കൽ ലോയാണ്. ഇതില്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് സമൂഹത്തിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ഇപ്പോ നമ്മളുടെ ഇടയിൽ ഏതൊക്കെ ഫീൽഡുകളിൽ, ഏതൊക്കെ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഒരു മേഖലകളിലും പ്രവർത്തിക്കുന്നില്ല, വിദ്യാഭ്യാസം കുറവാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റെന്തും കുറവായിക്കോട്ടെ, പക്ഷെ അവരുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അവർക്ക് പ്രവർത്തിക്കാനുള്ള മനസ്സാണ്. അത് മാത്രം മതി അസറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാവുന്നതാണ്. സമൂഹത്തിന് കൊടുക്കാൻ അത് മാത്രം മതി, മനസ്സുണ്ടാകണം. നമ്മൾ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കാം. എന്റർപ്രന്യൂർഷിപ്പിലോട്ട് കിടക്കാം. എന്ത് എന്റർപ്രന്യൂർഷിപ്പാണ് ഹിന്ദു സമൂഹത്തിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ളതെന്നൊന്ന് ചിന്തിക്കൂ. നമ്മളിൽ 90% പേരും മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ്, അല്ലെ? ആരെങ്കിലും എതിർപ്പുള്ളവരുണ്ടോ? ഇല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. 90% ഹിന്ദുക്കളും മത്സ്യവും മാംസവും കഴിക്കുന്നവരാണ്. പക്ഷെ എത്ര ശതമാനം ഹിന്ദുക്കള് ഈ മത്സ്യമാംസാദികളുടെ കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ട്? ആരുമില്ല എന്ന് തന്നെ പറയാം. 90% ഹിന്ദുക്കളാണ് മദ്യം കഴിക്കുന്നവര്. പക്ഷേ മദ്യം കഴിക്കുന്നവരാരും മദ്യക്കച്ചവടത്തിലും ഏർപ്പെടുന്നില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത, മദ്യം കുടിക്കാത്തവര്, മറ്റ് ഇതര സമുദായങ്ങളിൽപ്പെട്ടവര് കൃത്യമായിട്ട് ആ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ഒരുപാട്. ഇനി നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ വന്നാൽ നമ്മൾ കുറെ പൈസ ചെലവാക്കിയിട്ട് പല സ്ഥലത്തും കൊണ്ട് പഠിപ്പിക്കാൻ വിടാറുണ്ട്, പലതും പഠിപ്പിക്കാൻ വിടാറുണ്ട്. ഈ പഠിപ്പിക്കുന്നതെല്ലാം കൊണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു പഠനം നമ്മൾ നടത്താറുണ്ടോ? ചിന്തിക്കുക. അതേസമയം മറ്റ് സമുദായങ്ങളെ ഒന്ന് നോക്കുക. അവര് നാലും കൂടി ഒരു കവല തിരഞ്ഞെടുത്ത് അവിടെ ഒരു കൊച്ച് ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ടുള്ള ഒരു തട്ടുകട പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറുക്കാങ്കട പോലെയോ ഒരു ടെമ്പററി സ്റ്റോൾ ഉണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് സംരംഭകത്വമാണ്. ചുറ്റുവട്ടത്തുള്ള വൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങൾ പറിച്ചുകൊണ്ട് വന്നോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് വിൽക്കാനോ ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അതേസമയം നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പൈസ ചെലവാക്കിയിട്ട് കുട്ടികൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. അവരെ കരാട്ടയ്ക്ക് കൊണ്ടുവിടും. കുട്ടിക്ക് കരാട്ടയോട് വല്ല ഇഷ്ടമുണ്ടോ, ആപ്റ്റിറ്റ്യൂഡുണ്ടോ, അഭിരുചിയുണ്ടോ അത് നമ്മൾ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കാതെ, അവർക്ക് എന്താണ് താല്പര്യം എന്നറിയാതെ നമ്മൾ അവരിൽ പലതും അടിച്ചേൽപ്പിക്കുന്നതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അവരോട് നമ്മൾ ചോദിക്കണം. ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്നാണ് പറയുന്നത്. കുട്ടികളിൽ നിന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ നിന്ന് പഠിക്കാം. കാരണം അവർ ജീവിക്കുന്നത് നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാൻ സാധിക്കും. അവരുടെ ഭാവന കുറെ കൂടെ സമ്പന്നമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷനേക്കാളും വളരെയധികമാണ് കുട്ടികൾക്കുള്ളത്. അപ്പൊ അവരുടെ താല്പര്യം എന്താണ്, അവരെങ്ങനെയാണ് നമ്മുടെ ധർമ്മം മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നത്, അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് അവർ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്കുള്ള കഴിവുകൾ എന്താണ്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യാൻ. നമുക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവർ ഒരിടത്തും എത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും അവർ പഠിക്കാതെയും പോകും. പ്രത്യേകിച്ചും നമ്മുടെ സനാതന ധർമ്മവും ഭാരതീയ സംസ്കാരവും ആ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. പ്രയോജനം അനുദൃശ്യ മന്ദോപി പ്രവർത്തതയെന്നാണ്. അതായത് ഗുണമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ മന്ദബുദ്ധികൾ പോലും വരാറില്ല. അപ്പൊ മന്ദബുദ്ധികളല്ല നമ്മുടെ കുട്ടികൾ വിഡ്ഢികളല്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് സയൻസും ലൈഫും ജീവിതവും ശാസ്ത്രവും ചേർത്ത് വേണം നമ്മൾ ഓരോ വിഷയങ്ങളും അവരിൽ അവതരിപ്പിക്കാൻ. എന്നാൽ മാത്രമേ ആ കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിനും അവരവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം എന്താണ് നമ്മുടെ കഴിവ്. ആ കഴിവിനെ സമയം ഉപയോഗിച്ച് ധനമാക്കി മാറ്റുക. ചില വീടുകളിൽ ഞാൻ കുറച്ച് ഉദാഹരണം കൂടി പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംരംഭകത്വങ്ങളുടെ ഉദാഹരണം പറയാം. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ റോഡ്
റോഡ് സൈഡിലായിരിക്കും, ചിലരുടെയൊക്കെ വീടുകൾ വളരെ ട്രാഫിക് ഉള്ള ഏരിയകളിലായിരിക്കും. അവിടെ നമുക്ക് മുന്നിൽ വെച്ച് തന്നെ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യാം. ഇനി ചിലർക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ സ്ഥലങ്ങൾ നോക്കാൻ കൃഷിയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് പച്ചക്കറി, ഹോർട്ടിക്കൾച്ചർ പോലെയുള്ള ഒരുപാട് കൃഷിയിൽ ഏർപ്പെടാൻ സാധിക്കും. അതിനെ നമുക്ക് കൂട്ടായ്മകളിലൂടെ മാർക്കറ്റുകളിൽ എത്തിക്കാൻ സാധിക്കും. പാഠശാലയുടെ അംഗങ്ങൾക്ക് അവരവരുടെ ഏരിയകളിൽ അവരവർ ജീവിക്കുന്ന ജില്ലകളുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള നമ്മുടെ അംഗങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ തന്നെ, വേറെ ആരും പാഠശാലയിൽ നിന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾ വരട്ടെ, വന്നിട്ട് നമ്മളെ ലീഡ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് ചിന്തിക്കരുത്. നമ്മൾക്ക് തന്നെ പറ്റുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി എല്ലാവരെയും കൂട്ടായ്മകളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കുറച്ച് സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീകളെ പോലെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് പാചകത്തിന് കഴിവുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റുകളിൽ എത്തിക്കാം, ബേക്കറികളിൽ എത്തിക്കാം, അല്ലെ, വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കാം. വീട്ടിലൊരു ചക്കയുണ്ടെങ്കിൽ പോലും അതിനെ വെട്ടി ക്ലീൻ ആക്കി ഒരു ചെറിയ പാക്കറ്റിലാക്കി എഡിബിൾ ആക്കി ക്ലീൻ ആൻഡ് ഹെൽത്തി ആക്കി നമുക്ക് നമ്മുടെ ഒന്നുകിൽ അടുത്തുള്ള മാർക്കറ്റിൽ എത്തിക്കാം, അല്ലെങ്കിൽ വീടിൽ നല്ല ട്രാഫിക് ഉള്ള ഏരിയയിലാണെങ്കിൽ സ്വന്തമായി വിൽക്കാം, അല്ലെങ്കിൽ കൂട്ടായ്മകളിലൂടെ വിൽക്കാം. അങ്ങനെ എന്തെല്ലാം നമ്മുടെ സമയങ്ങളിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലോട്ട് തിരിയാം. ചിലർക്ക് ഒരുപാട് ഇപ്പം നാളികേരമെല്ലാം ഒരുപാട് വെട്ടാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒരുപാട് ഉള്ളവരുണ്ടാകാം, അതിന്റെ അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ളവരുണ്ടാകാം. അവർക്ക് അതിൽ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ഇന്ന് എക്സ്പോർട്ട് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് IT-കാർക്കൊക്കെ പുറത്തുള്ള ഫുഡുകളാണ് അവർ മിക്കവാറും ആശ്രയിക്കുന്നത്. അവർക്ക് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഓറിയന്റഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഡയറ്റ് കൊടുക്കാം. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ ന്യൂട്രീഷനിസ്റ്റുകൾ കാണാം, ഡയറ്റീഷ്യൻസ് കാണാം, അതുപോലെ പാരാമെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം, ഡോക്ടേഴ്സ് ഉണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം. അവർക്കെല്ലാം നമ്മൾക്ക് അവരവരുടേതായ മേഖലകളിൽ മുൻകൈയെടുത്ത് കുറച്ചു പേരെ കൂട്ടി യോജിപ്പിച്ച് അവരുടെ കഴിവുകളെ അവർക്ക് സമൂഹത്തിന് കൊടുത്ത് അതിൽ കൂടി വരുമാനം മാത്രമല്ല അവർക്ക് സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവർ ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട്. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ പല സംഘടനകളിലും പല കൂട്ടായ്മകളിലും ഒക്കെ പോകുമ്പോൾ രാമായണ മാസത്തിലൊക്കെ മനോഹരമായിട്ട് രാമായണം വായിക്കുന്നവർ, അതുപോലെ നാരായണീയം വായിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇവരൊക്കെ ഈ കാല സമയത്തല്ലാതെ പിന്നെ അത് തുറക്കാറുമില്ല, അത് സമൂഹത്തിന് കൊടുക്കാറുമില്ല. ഇനി ഒന്നും ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉള്ളവരുണ്ടായിരിക്കാം. ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് അവർക്ക് സോഷ്യൽ മീഡിയ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവരുടെ അറിവുകളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ നമുക്ക് അതിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും. ഇനി ഏറ്റവും എല്ലാവരും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ രാജേഷ് ഇപ്പൊ വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. അദ്ദേഹത്തിനെ നിത്യവും നമുക്ക് കേൾക്കാൻ കിട്ടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലാത്തവരാണെങ്കിൽ ദയവായി അത് ഉണ്ടാക്കുക. നമ്മുടെ പേജ്, പാഠശാലയുടെ പേജുകൾ ഓരോരുത്തരും ഷെയർ ചെയ്യുക, യൂട്യൂബിൽ ലിങ്കുകൾ ഷെയർ ചെയ്യുക. അങ്ങനെ അത് വിപുലമായിട്ടും വളരെ വൈറലാക്കുക. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്കെല്ലാം അദ്ദേഹം ഇത്രയധികം സമയം ചിലവഴിച്ച് സംസാരിക്കുന്ന നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ സാധിക്കും. ആ കൂട്ടായ്മകളിലൂടെ ആ ഏരിയകളിലുള്ളവർക്ക് ആ സനാതന ധർമ്മശാലയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അവർക്ക് അവിടെ എത്തുമ്പോൾ ആശ്വാസം കിട്ടുന്ന ഒരുപാട് കൗൺസിലർമാരുടെ സഹായം കിട്ടും. നമ്മുടെ കൂട്ടായ്മകളിൽ വലിയ അംഗസംഖ്യ ഉണ്ടാവും. എന്തിനാണ് ഈ അംഗസംഖ്യ കൂട്ടേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 2 പേര് മാത്രമാണ് ഒരു വീട്ടില്. നമ്മൾ ഇന്ന് ലോകത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയും സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയും സമൂഹവുമായിട്ടുള്ള കേസുകൾ വളരെ കുറവാണ്. എപ്പോഴും ആര് തമ്മിലാണ് പ്രശ്നം? ഏറ്റവും അടുത്തിരിക്കുന്നവർ തമ്മിലാണ് പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മിലാണ് പ്രശ്നം. അച്ഛനും മക്കളും തമ്മിലാണ് പ്രശ്നം. സഹോദരങ്ങളും തമ്മിലാണ് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നത് വ്യക്തികളും തമ്മിലുള്ള പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തികളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്? എല്ലാം ഒരാളിൽ നിന്ന് കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്വഭാവം. പക്ഷേ നമുക്ക് ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരിടത്തുനിന്നാണോ കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിന്റെ നിയമം, ഫിസിക്കൽ ലോസ് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഫിസിക്കൽ ലോസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ സുഖകരമാകാം. ജീവിതം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല, ആൻസർ ആണ് എന്ന് മനസ്സിലാക്കി വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. നമുക്ക് നന്നായിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം വേണം, അല്ലെ? നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം വേണം. അപ്പൊ ഒരു വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയിൽ നിന്ന് അവരുടെ മൂഡ് ഒന്നും മാറാൻ പാടില്ല, അവർ ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന് വിചാരിച്ച് അവരെ ചെന്ന് ശല്യപ്പെടുത്തുമ്പോഴാണ് ഈ വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 10 പേരുള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്
10 പേരിൽ നിന്ന് 10 അഭിപ്രായങ്ങൾ കേൾക്കാം, 10 തരത്തിലുള്ള ഉപദേശങ്ങൾ കേൾക്കാം, 10 തരത്തിലുള്ള സന്തോഷങ്ങളും കിട്ടും. അപ്പൊ എത്രയധികം നമ്മുടെ സർക്കിള്, നമ്മുടെ ഒരു വലയം എന്ന് പറയുന്നത് വലുതാകുന്നോ അത്രയധികം നമുക്ക് സന്തോഷം കിട്ടും. നമുക്ക് ചില വ്യക്തികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാല് പലപ്പോഴും നമ്മൾ ലോകത്തെയാണ് കുറ്റം പറയുന്നത്. പക്ഷെ നമ്മളുടെ കുറ്റം എന്താണ്? നമ്മൾ എവിടെയാണ് നമ്മുടെ കഴിവുകൾക്ക് മൂല്യമുള്ളത് അതിന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ എക്കണോമിക്സിലൊരു തമാശയായിട്ട് പറയാറുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഡയമണ്ടിന്റെ മൂല്യം നമുക്കറിയാം, വളരെ വിലപിടിപ്പുള്ളതാണ്. അത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാണ്, ഇത് ഇന്ത്യയിലോട് എവിടെ കൊടുത്താലും വലിയ വില കിട്ടും. പക്ഷെ ഈ കുട്ടിക്ക് എല്ലായിടത്തും കൊണ്ട് ഈ ഡയമണ്ട് പോകുമ്പോ, ഒരു സെക്കൻഡ്, എല്ലായിടത്തും കൊണ്ട് ഈ ഡയമണ്ടുമായിട്ട് പോകുമ്പോ എല്ലാരും പറയും ഇതെന്താ സാധനം, കല്ലാണോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറയും. അവസാനം ഈ കുട്ടി വീട്ടിൽ പോയിരുന്ന ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയും, നിങ്ങളല്ലേ പറഞ്ഞ ഇതിന് ഭയങ്കരമായിട്ട് വിലയുണ്ട്, എവിടെ കൊണ്ടുപോയിട്ട് ഇത് ആരും ഒന്നും തരുന്നില്ല. അവസാനം ഈ കുട്ടി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം വളരെ ഈ ഉദ്ദേശിച്ച വിലയുടെ എത്രയോ ഒരു 10% ഉള്ളൂ, അത് വേണമെങ്കിൽ എടുക്കാന്ന് പറയും. അപ്പൊ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയും അവിടെ അവർ ഇത്രയും മൂല്യം, അങ്ങനെയല്ല മോനെ, അന്വേഷിക്കണം എന്ന് പറയും. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവസാനം ഡയമണ്ടിന്റെ വിൽപ്പനക്കാരുടെ അടുത്തേലും അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് ഇതിന്റെ ഒറിജിനൽ, അത് ഇതിന് പറഞ്ഞിരുന്ന അച്ഛനമ്മമാര് പറഞ്ഞിരുന്ന വിലയേക്കാളും 10 ഇരട്ടി മൂല്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകള് നമ്മൾ അത് തിരിച്ചറിയാത്തവരുടെ ഇടയിൽ കൊണ്ടുകൊടുത്തിട്ട് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല, അവരെന്തുകൊണ്ട് ഞങ്ങൾക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇത്രയധികം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് പകരം നമ്മളെ എവിടെയാണോ ആവശ്യം അവിടെ കൊണ്ടുകൊടുക്കുക. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, നമ്മളുടെ സമയത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര സമയം നമുക്ക് വരുമാനത്തിനായിട്ട് മാറ്റിവെക്കുക, ഇത്ര സമയം നമുക്ക് സമൂഹത്തിനായിട്ട് മാറ്റിവെക്കുക, ഇത്ര സമയം നമ്മൾ സന്തോഷത്തിനായിട്ട് മാറ്റിവെക്കുക, ഇത്ര സമയം നമ്മൾ കുടുംബത്തിനായിട്ട് മാറ്റിവെക്കുക. ഡിവൈഡ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ മറ്റൊന്നും മാനേജ് ചെയ്യാൻ ഒക്കില്ല. കാരണം ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇന്നും അപ്ഡേറ്റഡ് ആവുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഡയറ്റീഷ്യൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് പോലും നമ്മൾ അവരുടെ കഴിവുകൾ, നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മകളിൽ തന്നെ നമുക്കൊരു ഡോക്ടറെ കൊണ്ടുവന്നിരുന്നിട്ട് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഒരു കാലത്ത് നമ്മൾ ഒരുപാട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന കാലത്താണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും അധികം ആവശ്യം. ഇന്ന് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അന്നത്തെ പോലെ തന്നെയാണ് ചോറും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും കഴിച്ച് നമ്മൾ ഒബീസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഒബീസിറ്റിക്കെതിരെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്, അമിതവണ്ണം ഒഴിവാക്കുക. എന്തുകൊണ്ടാണ്? കാരണം ഇത്രയധികം പണം ചിലവാകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ്. അപ്പൊ അതില്ലാണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകൂ. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലായിട്ടുള്ള ധനമില്ലാത്തവര്, ഡയബറ്റീസ് പിടിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവര്, അങ്ങനെ എത്ര രോഗികളാണ്. ഈ ഡയറ്റ് നമുക്ക് മാറ്റാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നമ്മളുടെ എക്സേർട്ട്, നമ്മൾ എത്രയധികം അധ്വാനിക്കുന്നു അത്രയധികം കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ പാടുള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ സഹായം നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അവയർനെസ് ഉള്ള ഫൈനാൻഷ്യൽ കൺസൾട്ടൻസിനെ നമുക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ നമ്മൾ സംസാരിച്ചിട്ട് അവർക്ക് ആ രീതിയിലുള്ള ഓറിയന്റേഷൻ കൊടുക്കാൻ സാധിക്കണം. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റി, ലീഗൽ ഇഷ്യൂസിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഇടയിൽ വക്കീലന്മാരുണ്ട്, അതുപോലെ വെൻഡേഴ്സ് ഉണ്ടാവും. അവര് വഴി നമുക്ക് രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ, ഇന്നത്തെ വളരെ ഡിജിറ്റൽ വേൾഡാണ്. എന്നാൽ പോലും പലരും പല സ്ഥലത്ത് ജീവിക്കുക, കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തും ജീവിക്കുകയാണെങ്കിൽ കേരളത്തില് വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ഡോക്യുമെന്റ് വെച്ച് പൂട്ടിയിട്ട് പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് പോയി എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് കാണാം. ഇതിന്റെയൊക്കെ ഹാർഡ് കോപ്പീസ് ആൻഡ് സോഫ്റ്റ് കോപ്പീസ് നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണം. പല കാര്യങ്ങളിൽ ലീഗൽ അവയർനെസ് ഇല്ല. ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സുകൾ നിരന്തരം ഉണ്ടാകുന്നു, പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിൽ. പേരൻസിനെയും അതുപോലെ തന്നെ ഇൻലോസിനെയും എല്ലാം ഇതിൽ പെടുത്തുന്നുണ്ട്, കേസുകളിൽ പെടുത്തുന്നുണ്ട്. ചിലത് ജെനുവിൻ ആയിരിക്കാം, ചിലത് ജെനുവിൻ അല്ലാത്ത കേസുകൾ ഉണ്ടായിരിക്കാം. ഇവിടെ വക്കീലിനോട് മക്കളൊക്കെ വിവാഹം കഴിപ്പിക്കുമ്പോൾ പ്രീനപ്ഷ്യൽ എഗ്രിമെന്റ് എന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വരാത്ത രീതിയിലുള്ള എഗ്രിമെന്റും അവരവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം സുരക്ഷിതമാക്കാൻ രീതിയിൽ
വേണ്ട അഡ്വൈസുകൾ, അത് നമ്മുടെ ലീഗൽ ഹെൽപ്പുകൾ നൽകാനായിട്ട് നമ്മുടെ സംഘടനകളിലുള്ള ആ ഏരിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കും. ഞാൻ ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണ്. പക്ഷേ ഈ എല്ലാ വിഷയങ്ങളിലും അവരവര് പ്രവർത്തിക്കുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിൽ കൂടി അവരവരുടെ കഴിവുകൾ ഉപയോഗിക്കുക. നമ്മൾ കഴിവുകൾ ഉപയോഗിച്ചാൽ മാത്രമേ വീണ്ടും അത് വർദ്ധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ടം ഫീൽഡാണ് ഈ ലോകം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താണോ ഇടുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മോർ അറ്റൻഷൻ, മോർ എനർജി, ബിക്കോസ് എനർജി ഫ്ലോസ് വെയർ അറ്റൻഷൻ ഗോസ് എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണോ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് അവിടെ നിന്ന് അത്രയധികം എനർജി നമുക്ക് തിരിച്ചു കിട്ടും. ഇതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകരുതെന്ന് പറയാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? കരഞ്ഞുകൊണ്ട് പോയാൽ അത് തന്നെ വർദ്ധിക്കും. അതാ തഥാസ്തു എന്നൊരു സിദ്ധാന്തം നമ്മൾക്കുള്ളത് ഈ ഭൗതിക നിയമം അഥവാ ഫിസിക്കൽ ലോയുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന സങ്കിര എന്നാണ്. ഇത് പലപ്പോഴും പലരും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതായത് 100 കൈകൾ കൊണ്ട് വാരിക്കൂട്ടിയിട്ട് 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യുക എന്നാണ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. 100 കൈകൾ കൊണ്ട് വാരിക്കൂട്ടുക എന്താണ്? പണം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? 100 സോഴ്സുകൾ ഉണ്ടാകണം നമുക്ക്, 100 വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകണം നമുക്ക്. എന്നിട്ട് 1000 തരത്തിൽ അതിനെ റീഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് 13 സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാകണമെന്നാണ്. അതായത് 13 വരവിന്റെ സ്രോതസ്സുകൾ നമുക്കുണ്ടാകണം. ഇന്ന് പലരും 1 2 വരവിന്റെ സ്രോതസ്സുമായിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ദരിദ്രരാണെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവനും ദരിദ്രരായിട്ട് ജീവിക്കുന്നത്. അത് പോരാ. നമുക്ക് എങ്ങനെയെല്ലാം പണം ഉണ്ടാക്കാൻ സാധിക്കും? നമുക്ക് വീടുകളിൽ ചിലപ്പോൾ 3 4 ബെഡ്റൂം ഉണ്ടായിരിക്കും, 2 പേരായിരിക്കും താമസിക്കുക. നമുക്ക് ഹോം സ്റ്റേ ബിസിനസ് ചെയ്യാം. നമുക്ക് പാചകം ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാചകത്തിന്റെ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അതല്ല കൂടുതൽ കഴിവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ബിസിനസ്സിലോട്ട് താല്പര്യം, മറ്റു വലിയ ബിസിനസ്സുകളിലോട്ട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ, കൺസ്ട്രക്ഷൻ ഏരിയയിൽ പഠിച്ച് പ്രവർത്തിച്ച് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാഹനം തന്നെ ഉണ്ട് അതിനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് ടാക്സി ആക്കാം. ഇങ്ങനെ എങ്ങനെയെല്ലാം സോഴ്സുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ ഓവർ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടേ ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ഒരു വ്യക്തി 2000ന്റെ വീട് വെച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ പോയി വിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണമല്ലേ നമ്മൾ സാധാരണ കഴിക്കാറുള്ളൂ. വേറൊരു വ്യക്തിയുടെ വിശപ്പിന് ആവശ്യത്തിന് നമ്മൾ കഴിക്കാറില്ല. പക്ഷെ നമ്മുടെ സമൂഹം ഇന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത്, ഉണ്ടാക്കാനല്ല. ഇതിന് വളരെ ഭംഗിയായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ $100 ഒരു ബാഗ് വെച്ചിട്ട് അതിനകത്ത് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് $10 ഒരു ബാഗ് വാങ്ങിച്ചിട്ട് $90 ആ ബാഗിനകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ എപ്പോഴും എമർജൻസിക്ക് സേവിങ്സ് ഉണ്ടായിരിക്കണം. സമ്പാദ്യം കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എക്കണോമിക്സിന്റെ ഒരു പ്രധാന പ്രിൻസിപ്പിളാണ് ഗ്രോ ദ പൈ ബിഫോർ യു ഷെയർ ഇറ്റ്. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം, എക്സസ് ഉണ്ടെങ്കിൽ മാത്രം, നമുക്ക് പല വഴികളിലൂടെ സ്രോതസ്സുകളിലൂടെ പല തരത്തിലൂടെ ധനം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. അതിലൊരു അംശമാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടത്. ധനം എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിന് കൊടുക്കാം. അതല്ല നമുക്ക് ഇത്ര സന്തോഷം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കൊടുക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ മറ്റു 4 ധനങ്ങളും കൂടി നമ്മൾ സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് പണം മാത്രമല്ല നമുക്ക് നൽകാനുള്ളത്, മറ്റു 4 കാര്യങ്ങളും കൂടി നമുക്ക് നൽകാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. മാനസികമായിട്ട് കൗൺസിലിംഗ് നൽകാൻ കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എത്രയോ വീടുകളിൽ ചിലപ്പം ആരും സംസാരിക്കാനില്ലാത്ത വയോധികരുണ്ടാവും. അവർക്ക് ചെന്ന് നമ്മളുടെ സമയം ഒന്ന് കൊടുത്തു നോക്കൂ. എത്ര സന്തോഷമാണ് ആ സമയത്തിന് അവർ കാത്തിരിക്കും നമ്മളെ കാണാൻ അല്ലേ? നമ്മൾ ഓരോ സനാതന ധർമ്മ പാഠശാലയിലെ നമ്മുടെ അംഗങ്ങൾക്കും കുറച്ച് സമയം കൂട്ടമായിട്ടോ അല്ലെങ്കിൽ 1-2 പേരോ ചേർന്നിട്ട് നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരടുത്ത് പോയി, നമുക്ക് പാഠശാലയുടെ ഒരു അംഗമാണ്, ഞാൻ വന്നത് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാനാണ്, അവിടെ ഞങ്ങൾ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും അച്ഛനമ്മമാർക്ക് എന്ന് ചോദിച്ചിട്ട് അനുവാദത്തോടു കൂടി അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ മാത്രം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. സമയം അധികമുള്ളവർക്ക്, അതുപോലെ ശാരീരികമായിട്ട് അധ്വാനിക്കാൻ സാധിക്കുന്നവർക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ സാധിക്കും. നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്പനേരം നമുക്ക് ഫിസിക്കലായിട്ട് കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. മാനസികമായിട്ടാണ് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പണം ഏത് രൂപത്തിലും ഉണ്ടാക്കാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. നമ്മളൊന്ന് നോക്കുക, ഞാൻ കർണാടകയിലാണ് കൂടുതൽ സമയം ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിത്വം, നമ്മൾ പത്മശ്രീ തിമ്മക്ക എന്ന് കേട്ടിട്ടുണ്ടാവും പലരും. സാളമരുടു തിമ്മക്ക എന്നാണ് അവരുടെ പേര്. അവരുടെ ജീവിതത്തിൽ ഒരു കന്നഡക്കാരി അമ്മയാണ്.
പത്മശ്രീ കിട്ടിയ അമ്മയാണ്. ആ അമ്മയ്ക്ക് വിവാഹശേഷം ഒരുപാട് കാലം മക്കളില്ലാതിരുന്നത് കൊണ്ട്, അവർക്ക് മക്കളില്ലാത്ത ഒരു അമ്മയുടെ ദുഃഖം മറയ്ക്കാൻ അവരെന്ത് ചെയ്തു എന്നറിയോ? എത്രയോ കിലോമീറ്റർ, 4 കിലോമീറ്ററോളം ദിവസവും നടന്ന് ഈ പേരാൽ മരങ്ങള് വഴിവക്കില് വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം അവരുടെ മക്കളാണെന്ന് കരുതി അവർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. കുറെ കാലം കഴിഞ്ഞ് അവിടെ ഹൈവേ ഡെവലപ്മെന്റ് വന്നപ്പോൾ റോഡ് മാറ്റാൻ നേരത്തെ ഇതെല്ലാം മുറിക്കേണ്ടി വരും എന്ന് അറിഞ്ഞതുകൊണ്ട് ആ അമ്മ അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുമാരസ്വാമിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മരങ്ങളാണ്, അതിനെ വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞപ്പോൾ റോഡിന്റെ അലൈൻമെന്റ് ആ മുഖ്യമന്ത്രി മാറ്റിക്കൊടുത്തു. അപ്പോൾ ആ ചെറിയ പ്രവൃത്തി പോലും, ആ അമ്മയുണ്ടാക്കിയ ചെറിയ പ്രവൃത്തി ഒരു സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് പോലും അതിന് വഴിമാറി കൊടുക്കേണ്ട അവസ്ഥയിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തമാക്കിയെങ്കിൽ നമ്മളെ കൊണ്ടെല്ലാം എത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര സമയമാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. 45ഓളം മിനിറ്റായി. സമയം അതിക്രമിക്കുമ്പോൾ ദയവായി പറയണം. തുടർന്നുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് സമയം എത്ര? ഓക്കെ. അപ്പൊ അത്തരത്തില് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീടുകളില്, ഹിന്ദുക്കളുടെ വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു പുളിമരം ഉണ്ടെങ്കിൽ ആ പുളി മുഴുവനും താഴെ വീണ് ഉണങ്ങിപ്പോകുന്നത്, നമുക്ക് വേസ്റ്റായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ പോയി നോക്കൂ, ആ അമ്മമാർ അവിടെ ഇരുന്ന് ആ പുളിയെ എല്ലാം ഇളക്കി മാറ്റി അതിന്റെ ഷെല്ലിനെ, അതിന്റെ തോടിനെ ചിലപ്പം ഒരു വൃക്ഷത്തിന് കൊണ്ട് വളമാക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് ആ പുളിയെ എടുത്ത് അവര് കുറച്ചുകൂടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, പഞ്ചസാരയൊക്കെ ചേർത്ത് കാൻഡി, ടാമറിൻ കാൻഡി ഉണ്ടാക്കി അവര് ബേക്കറിയിൽ എത്തിക്കും. എന്നിട്ട് അതിന്റെ കുരുവിനെ എടുത്ത് അവര് വറുത്തിട്ട് അതിൽ കൂടി മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കി അവർ ബേക്കറിയിൽ എത്തിക്കും. ഇതാണ് ചെറിയൊരു എന്റർപ്രണർഷിപ്പിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്തോറും നമ്മൾക്ക് ശ്രദ്ധ കൂടിക്കൊണ്ട്, നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്ന് കാണാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ആ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടൊരു വ്യൂ കിട്ടുന്നത് പോലെ നമ്മൾ എവിടെയാണോ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയുമ്പോഴാണ് അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മൾ പാഴായി പോകുന്ന ഓരോ ഊർജങ്ങളെയും പണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇനി വീടുകളിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പണം കൊണ്ട് സഹായിക്കോ? പറ്റും. കാരണം എവിടെയാണോ ശബ്ദം ഉണ്ടാകുന്നത്, എവിടെയാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്, നമുക്ക് വോയിസ് കിട്ടുന്നപ്പോഴാണ്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ശബ്ദമില്ല. അത് വീടുകളിൽ പല സ്ത്രീകളും പറയുന്ന കേൾക്കാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ അനുഭവിക്കേണ്ടി വരുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതുമില്ല. അവർക്ക് ആർക്കാണ് സാധിക്കാത്തത്? എവിടെയാണ് നമുക്ക് സാധിക്കാത്തത്? നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 5 ഫോം ഓഫ് വെൽത്തില് ഏതാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, ഏതിനാണ് നമ്മൾ പ്രാപ്തരായിട്ടുള്ളത്, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കാം. നമുക്കറിയാം പ്രധാനപ്പെട്ട മിക്ക ക്ഷേത്രങ്ങളും ദേവസ്വത്തിന്റെ കീഴിലാണ്. അവിടെ നമുക്ക് ഹൈന്ദവ ധർമ്മം പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ തരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം പല പല നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്ന് ശ്രമിക്കുന്നവരാണ് അധികവും. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ദേശദേവതാ ക്ഷേത്രങ്ങളില് നമുക്കറിയുന്ന ഭാഗവതവും രാമായണവും മഹാഭാരതവും പണ്ടത്തെ പോലെ പഠിപ്പിച്ചാൽ പോരാ. നമ്മള് അന്നത്തെ കഥകൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ഇന്ന് തിരിച്ച് ചോദ്യം ചോദിക്കും. ബിക്കോസ് ഇറ്റ്സ് എ സയന്റിഫിക് വേൾഡ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ശാസ്ത്ര ലോകത്താണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കണം. എന്ത് ചേർക്കുമ്പോഴും അതില് പണ്ട് എപ്പോഴും ഗോപാലകൃഷ്ണൻ സാറ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രവും കൂടി ചേർത്ത് വേണം സംസാരിക്കാൻ. ഞാൻ അതിന്റെ കൂടെ ഒരു പടിയും കൂടി കടത്തിയിട്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും, സാറ് പറഞ്ഞതിന്റെ പോലെ ശാസ്ത്രത്തിനൊപ്പം ഇന്നത്തെ ജീവിതവും അവരുടെ നിലനിൽപ്പും അവർക്ക് ആവശ്യമുള്ള വരുമാനത്തിന് വേണ്ട മാർഗങ്ങളും ചേർത്ത് വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുണമില്ലെങ്കിൽ ആരും വരില്ല. സാറ് പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം ശാസ്ത്രമായിരുന്നു. ഇന്ന് ശാസ്ത്രത്തിനൊപ്പം നമുക്ക് ജീവിതമാണ് അതിൽ കൂടി പ്രധാനമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശമ്പളം കൊണ്ട് ഒരു വ്യക്തിയും ഇന്ന് വരെ ശമ്പളം മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും സമ്പന്നനാകാൻ സാധിക്കില്ല. ഒരുപക്ഷെ ജീവിച്ചു പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അത്രയധികം
ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം ഉണ്ടായിരിക്കണം. പണ്ടൊരു കാലത്ത് നമുക്ക് 10,000-20,000 രൂപയുണ്ടെങ്കിൽ ഒരു വീട് മനോഹരമായിട്ട് കഴിഞ്ഞു പോകാമെങ്കിൽ ഇന്ന് അതിന് സാധിക്കാത്ത രീതിയിൽ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സംരംഭകത്വത്തിലേക്ക് തന്നെയാണ് ഇറങ്ങേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സംരംഭകത്വത്തിലേക്ക് തന്നെയാണ് ഇറങ്ങേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും സമയം കൃത്യമായി നമുക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സമയത്തിനായിട്ട് അല്പസമയം മാറ്റിവെക്കുക. ആ സമയം കഴിഞ്ഞാൽ കുടുംബത്തിന് ആവശ്യമുള്ള സമയം മാറ്റിവെക്കുക, സമൂഹത്തിന് ആവശ്യമുള്ള സമയം മാറ്റിവെക്കുക, സന്തോഷത്തിന് ആവശ്യമുള്ള സമയം മാറ്റിവെക്കുക. പണം ഉണ്ടാക്കാൻ തിരിയുന്ന മാർഗം നമുക്ക് സന്തോഷം കൂടി തരുന്നതായിരിക്കണം. ഒരിക്കലും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് തിരിയരുത്. ഒരു വ്യക്തിക്ക് പാചകമാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ അതിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരാൾക്ക് പ്രസംഗിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ അതിന് കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ആ രീതിയിൽ തിരിയുക. മറ്റൊരു വ്യക്തി ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളൊന്ന് ചെയ്യരുത്. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത്, നമുക്ക് എന്തിലാണോ കഴിവുള്ളത് അതിലോട്ട് മാത്രമായിരിക്കണം നമ്മൾ തിരിയേണ്ടത്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. നമുക്ക് ലിമിറ്റേഷൻസ്, നമ്മളുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് പലരും ചെയ്യുന്നത് ലോൺ എടുത്തിട്ടാണ് വീട്. തീർച്ചയായിട്ടും ഇല്ലാത്തവർക്ക് അത് ചെയ്തേ സാധിക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരികയാണെങ്കിൽ പോലും ഏറ്റവും ചെറിയ രീതിയിൽ 2 ബെഡ്റൂമിൽ നമുക്ക് ജീവിക്കാൻ അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് കുട്ടികൾ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൊച്ചു വീടിന്റെ ആവശ്യമേ ഉള്ളൂ എങ്കിൽ അതിലേക്ക് തിരിയണം. പക്ഷെ അതിനു പകരം 3000-ന്റെയും 2000-ന്റെയും സ്ക്വയർ ഫീറ്റ് വീട് എടുത്തിട്ട് ആദ്യത്തെ 3 വർഷം നമ്മൾ അടയ്ക്കുന്നത് മുഴുവനും ഇൻട്രസ്റ്റ് ആണ്. അത് ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തില് വളരെയധികം അറിയുന്ന വ്യക്തികളുമായിട്ട് കൺസൾട്ട് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു പക്ഷേ 20 ലക്ഷത്തിന്റെ ലോണിന് നമ്മൾ അടച്ചു കഴിയുമ്പോൾ കുറഞ്ഞത് 60 ലക്ഷമായിട്ടുണ്ടാവും. അത്രയധികം നമ്മളുടെ അധ്വാനമാണ് നമ്മുടെ ഉണ്ടേ കളയുന്നത്. അപ്പൊ നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് ഡോക്യുമെന്റഡ് ഫോം ഓഫ് എനർജിയാണ് മണി. നമ്മൾ ഡോക്യുമെന്റിലാക്കി വെച്ചിരിക്കുന്ന എനർജിയാണ് മണി. പിന്നെ മറ്റൊന്ന്, നമ്മൾക്ക് എവിടെ കൊടുക്കണമെന്നറിയില്ല. അർഹതയുള്ള കരങ്ങളിലാണ് നമ്മുടെ ധനം എത്തേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ബിസിനസ് ഇട്ട് ഇപ്പൊ എല്ലാം തകർന്നു, അതുകൊണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ സഹായിക്കണം. ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ വീട് വെച്ചതിന് ശേഷം ഞാൻ മുടിഞ്ഞു, നമ്മളെല്ലാവരും സഹായിക്കണം. ഇങ്ങനെ ഇന്ന് മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഇന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നാളെ കടം ചോദിക്കുന്ന അവസ്ഥ ാണ് ഇന്ന് മലയാളി ഉള്ളത്. ആർക്കെങ്കിലും ഇതിന് എതിർപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഇത് നേരിടുന്ന വ്യക്തികളായിരിക്കും. നമ്മളൊന്നും ചിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കടവുമായിട്ട് വരും. പിന്നെ കേൾക്കുന്നത് അവരുടെ വിഡ്ഢിത്തങ്ങൾ കാരണം പണം നഷ്ടപ്പെട്ടിട്ട് സമൂഹം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിലും കഷ്ടം, വളരെയധികം ദയനീയമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. സ്ത്രീകൾക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള പല സ്ത്രീകളും ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിൽ മാത്രം അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അവരുടെ കഴിവുകളിൽ അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഒരു സെക്കൻഡ്. അങ്ങനെ നമ്മൾ പഠിച്ചു, ഇന്ന കാര്യമാണ് പഠിച്ചത്, പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടുന്ന ഇടത്ത് പോയി, അതിനാവശ്യമുള്ളിടത്ത് പോയി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ തേടില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ഇതാണെങ്കിൽ എനിക്കിത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയല്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും USA പോയിട്ടുള്ള, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ അറിയില്ല, നമുക്ക് കോളേജിൽ ചേർന്നു, പക്ഷെ നമുക്ക് ഇത് ചെയ്യാമെന്ന്, ലേൺ ഇറ്റ്, ഒറ്റ വാക്കാണ് അവർ പറഞ്ഞത്, ലേൺ ഇറ്റ്, പഠിക്കുക എന്നാ പറയുക. വേറെ ഒന്നും എനിക്കിത് പഠിച്ചോണ്ട് വരണം അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പഠിച്ചിരിക്കണം. ഇത്ര സമയമുള്ള അതിനകത്ത് നമ്മൾ പഠിച്ച് അവിടെ കൊണ്ട് കൊടുത്തിരിക്കണം. നമ്മൾ പഠിച്ചോളാം എന്നാ പറയുക. എനിക്ക് സ്വിമ്മിങ് അറിയില്ല, ലേൺ ഇറ്റ്, ഒറ്റ വാക്കാണ്, അത് പഠിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ സ്വയം പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ട് അപ്ഡേഷൻ ആവശ്യമാണ്. ടെക്നിക്കൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരത് ചെയ്യണമെന്നല്ല, പക്ഷെ ആ ഏരിയയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണെങ്കിൽ അത് പഠിച്ചിരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. നമ്മളുടെ വീടുകളിൽ നമുക്ക് സമയവും സൗകര്യവും ജീവിത സാഹചര്യവും അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ കൂട്ടായ്മകളിലൂടെ നമുക്ക് എത്രയധികം ആൾക്കാരെ സമാഹരിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാം ഓരോ വ്യക്തികളും മുൻകൈ എടുത്താൽ നമ്മുടെ ജീവിതം വിത്തിൻ നോ ടൈം
സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഏത് ഏരിയ ആണോ നമുക്ക് കുറവുള്ളത്, സന്തോഷത്തിന്റെ ഏരിയ ആണെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, പണത്തിന്റെ ഏരിയ ആണ് കുറവുള്ളതെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വർധനവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കുടുംബത്തിനും അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നടക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു റീസെറ്റിംഗ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണൊക്കെ ഹാങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാറുണ്ടല്ലേ. ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് രണ്ടാമതൊന്ന് ഓൺ ചെയ്യും, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും. ഉറങ്ങിക്കിടക്കുന്ന ആളിനെ ഒന്ന് തട്ടി ഉണർത്തുമ്പോൾ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് എണീക്കുന്ന പോലെ, ഒന്ന് കണ്ണു തുറക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കൂട്ടായ്മകളിലൂടെ എല്ലാം നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ നമ്മുടെ സുരേഷ്ജിയും രാജേഷിയും വിദ്യാജിയും എല്ലാം ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഉണരുന്നവര് ഉടനെ തന്നെ അതിന് മുൻകൈയെടുത്ത് ഉണർന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുകൂടി കുറച്ചുകൂടി പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ഈ എഫേർട്സ്, ഇത്രയധികം ശ്രമങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ, നമുക്കൊരിക്കലും ഈ ലോകത്ത് ആരെയും പെർഫെക്റ്റ്, ഞാൻ ഉൾപ്പെടെ ഈ ലോകത്ത് ആരെയും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. എല്ലാ വ്യക്തികൾക്കും 3 വശങ്ങളുണ്ട് അല്ലെ. മനഃശാസ്ത്രം, നമ്മളെല്ലാവരും കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ മനഃശാസ്ത്രം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. എങ്കിലും ഏകദേശം നമ്മൾക്ക് കൗൺസിലിംഗിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു അവബോധമുള്ളവരായിരിക്കും, മനഃശാസ്ത്രം പഠിച്ചിട്ടില്ലാത്തവരും. ഈഗോ, ഷാഡോ ആൻഡ് പെർസോണ എന്ന് പറയും. അപ്പൊ ഞാനൊരു മീറ്റിങ്ങിന് വന്നു. എനിക്ക് വീട്ടിൽ കിടക്കുന്ന, ഞാൻ വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷത്തിൽ ഒരിക്കലും ഇവിടെ വരത്തില്ല. കാരണം നമ്മൾ പ്രസന്റബിൾ ആയിട്ട് പബ്ലിക്കിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഒരു പേഴ്സോണെ എടുത്തിടും അല്ലെ. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഒരുങ്ങി അല്ലെങ്കിൽ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നമ്മൾ ഒരു പ്രസന്റേഷനിൽ വരാറുള്ളൂ. അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ പെർസോണ ഇടും. നമുക്ക് ഈഗോ ഉണ്ടായിരിക്കും. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഈഗോ ഉണ്ട്. അത് പക്ഷെ അനുപാതം, ഓരോരുത്തരുടെ അളവിലാണ് വ്യത്യാസം. അത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതിനൊരു കുഴപ്പമില്ല, അനാവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാവുന്ന. ഈ 2 മാത്രമല്ല, നമ്മൾക്കെല്ലാം ഏതൊരു വസ്തുവും ഈ ലോകത്ത് നിഴലുള്ളതാണ്. അത് എത്രയധികം വെളിച്ചത്തിൽ നിൽക്കുന്നോ അപ്പം മാത്രമേ ആ നിഴല് നമ്മൾ അറിയാതിരിക്കുന്നുള്ളൂ. അല്പം വെളിച്ചം വാങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിഴലുകൾ അല്പമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഷാഡോ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ 3 വ്യക്തിത്വങ്ങളും അടങ്ങിയതാണ് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ആരോടും നിത്യമായിട്ടൊരു വിരോധവും നിത്യമായിട്ടൊരു സ്നേഹവും ഉണ്ടാവില്ല. നമ്മൾ ഇതെല്ലാം ഏറ്റക്കുറച്ചുകൾ മനസ്സിലാക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്കുള്ളതുപോലെ തന്നെ അവർക്കുമുണ്ട്. അതുകൊണ്ട് അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലെറ്റ് ദം ബി എന്നൊരു തിയറി ഉണ്ട്. കാരണം അവരങ്ങനെ ആയിക്കോട്ടെ, അവരെ നമ്മൾ എന്തിനാ മാറ്റാൻ പോകണം? നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും മാറ്റാൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ മാത്രം മാറിയാൽ മതി, മറ്റുള്ളവർക്കൊന്നും മാറേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയം നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ സന്തോഷമായിരിക്കും, നമ്മുടെ വീട്ടിൽ ചുറ്റുമുള്ളവർ എല്ലാവരും സന്തോഷമായിരിക്കും. മറ്റുള്ളവർ ഇനി എത്ര നമ്മളെ തലകുത്തി ഉപദ്രവിക്കാൻ വന്നാലും നമ്മൾ കുലുങ്ങില്ല. ഈ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. നമുക്കറിയാം എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും എന്നെ പോലെ തന്നെയാണ്. എല്ലാവർക്കും 3 ലൈഫുണ്ട്. നമ്മൾ കാണുന്നത് പബ്ലിക് ലൈഫുണ്ട്, പ്രൈവറ്റ് ലൈഫുണ്ട്, മറ്റൊരു ലൈഫും കൂടിയുണ്ട്, സീക്രട്ട് ലൈഫുണ്ട്. അത് അവരവരുടേതായ ലൈഫാണ്. കാര്യം ഈ പബ്ലിക്കിലും പ്രൈവറ്റിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരവരുടേതായ രീതിയിൽ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരുടെ സീക്രട്ട് ലൈഫാണ്. നമുക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ പറയാൻ പറ്റും, ചിലപ്പോൾ അവർ അതിൽ ഒരു 10% നമ്മളിൽ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമുക്കും ഉണ്ട് അങ്ങനത്തെ ലൈഫ്. കാര്യം നമ്മളുടെ പബ്ലിക്കിലും പ്രൈവറ്റിലും ഇല്ലാത്ത പല പ്രശ്നങ്ങളും നമ്മൾ നമ്മുടേതായ രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്ന, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അവരോടും, അവർക്ക് ഇന്ന വ്യക്തിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയില് നമ്മളിരിക്കും. അപ്പൊ എന്താ, നമ്മൾ ചിലപ്പം ചിലർ വന്നിട്ട് പറയാറുണ്ട്, ചില കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്റെ പ്രധാന പ്രശ്നം ഭാര്യയുടെ ഈ ഒരു എന്താ പറയാ ഓവർ കെയറിങ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള നന്മ അല്ലെ സാത്വിക ഗുണം കൂടിയതിന്റെ പ്രശ്നമാണ്. എന്നെ അവളുടെ ബ്രദർ ഇത്രയധികം ചീത്ത വിളിച്ചിട്ട് അവൾക്ക് ഒരു കുലുക്കവും ഇല്ല. അപ്പൊ നോക്കണം, നന്മ മാത്രമായാലും കൂടിയ പ്രശ്നമാണ്, തിന്മ മാത്രമായാലും കൂടിയ പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ അനുപാതത്തിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ അടുത്തൊരു സ്ത്രീ എന്നോട് പറഞ്ഞത്, അവരുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഒരു വ്യക്തി ഇവരെ എന്തോ അനാവശ്യമായിട്ട് ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇത്രയധികം എന്നെ ചീത്ത വിളിച്ചിട്ട് ഈ മനുഷ്യൻ കേട്ടോണ്ടിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ച? ആണ്. കാരണം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, എല്ലാത്തിനും സോഫ്റ്റ് ആണ്, എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യപ്പെടില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേ ക്വാളിറ്റി കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്?
ഒന്നിനും ദേഷ്യപ്പെടില്ല, ദേഷ്യം ഒട്ടും ഇല്ലാത്തൊരു വ്യക്തി. പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഇദ്ദേഹം ദേഷ്യപ്പെടണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾ ഈ ഒരു ക്വാളിറ്റി കണ്ട് വിവാഹം കഴിച്ചിട്ട് നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോഴും ഇദ്ദേഹം റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്കൊരു ബോധം വരുന്നത്. അപ്പോ ഇങ്ങനെ നമ്മള് നല്ലതാണ് എന്ന് വിചാരിക്കുന്ന പല ഗുണങ്ങളും പലപ്പോഴും നമുക്ക് നല്ലതല്ലാതെയായി മാറാം. ചീത്തയാണെന്ന് വിചാരിക്കുന്ന ചില ഗുണങ്ങളായിരിക്കാം നമുക്ക് ഓരോ ആവശ്യത്തില് ഗുണമായിട്ട് മാറുന്നത്. അങ്ങനെ ഇതെല്ലാം റിലേറ്റീവാണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡിൽ മാത്രമല്ല, നമ്മുടെ മെന്റൽ വേൾഡിലും നമ്മുടെ പ്രാക്ടിക്കൽ വേൾഡിലും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നറിയുമ്പോൾ നമുക്ക് വിഷമവും തോന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള ഒരവസ്ഥയിൽ മനസ്സിനെ ശക്തമാക്കാൻ സാധിക്കും. ശക്തമായിട്ടുള്ള ഒരു മനസ്സിന് മാത്രമേ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രബോധകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അതിശക്തരായിട്ട് മാറണം, സന്തോഷമുള്ളവരായിട്ട് മാറണം. അതിന് ഏറ്റവും ആവശ്യം ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് അതിരുകൾ നിർണ്ണയിക്കുക. ആരെ നമുക്ക് അകത്ത് കടത്തണം, ആരുടെ വിഷമങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, ആര് വന്ന് ബോധർ ചെയ്താലാണ് നമ്മൾ അതിന് വെറുത്ത് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ആദ്യം പഠിക്കണം. നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമങ്ങളും ഉണ്ടാവുകയില്ല. ആ ബൗണ്ടറികളോടുകൂടി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായി സമയം കഴിഞ്ഞു എന്നാണ് എന്റെ അറിവ്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ സമയത്തിനെയും അതിരുകളെയും എല്ലാം നിർണയിച്ചിട്ട് സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതത്തിന് സംരംഭകത്വത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും തിരിയണം. നമുക്ക് ഒരു ഫംഗ്ഷൻ വരട്ടെ, ഏതൊരു പ്രശ്നം വരട്ടെ, നമുക്കൊരു ഉത്സവം വരട്ടെ, എന്ത് കാര്യം വരട്ടെ, നമ്മൾ ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ ഒരു കൂലിപ്പണിക്കാരന്റെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെയോ മറ്റേതൊരു പ്രവൃത്തി ചെയ്യുന്നവന്റെയോ വീട്ടിലായിരിക്കില്ല നമ്മളൊരു സംഭാവനയ്ക്ക് പോകുന്നത്. നമ്മൾ പണമുണ്ടവന്റെ അടുത്ത് മാത്രമായിരിക്കും പോവുക. അതുകൊണ്ട് പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള സത്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അത് കേൾക്കുമ്പോൾ പലരും പറയും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ആശയമാണ് പണമുള്ളത് എന്തോ ഒരു ദൈവവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മുടെ ഭാരതം ആക്രമിച്ച കുറെ സിദ്ധാന്തക്കാരുണ്ടാക്കിയ ഒരു തിയറി മാത്രമാണ്. അത് സത്യമല്ല. കാരണം ചിലർ പറയാറുണ്ട്, ഒട്ടകത്തിന് സൂചിമുനയിൽ കൂലി കടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത്രേ സ്വർഗരാജ്യത്ത് കടക്കാൻ എന്നൊരു തിയറി കേട്ടിട്ടുണ്ട്. കാരണം അത് എങ്ങനെയാണ് ഉണ്ടായത്, ഭാരതത്തിൽ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ന് പല മതപുസ്തകങ്ങളിലൊക്കെ പറയുന്ന കാനാൻ ദേശം എന്നൊക്കെ പറയുന്ന കാനഡയും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന രാജ്യത്തിനെ നമുക്ക് സ്വർഗരാജ്യം എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ദേശത്ത് കടക്കണമെങ്കിൽ പണമുള്ളവന് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പണമില്ലാത്തവന് ഒട്ടകം സൂചിമുനയിൽ കൂടി കടക്കുന്നത് പോലെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് വെറുതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ആശയങ്ങളും കേൾക്കുമ്പോൾ അതിന്റെ പ്രായോഗിക വശവും കൂടി തീരുമാനിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഭാരതം എന്തുകൊണ്ടാണ് പണത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത് എന്നുള്ളത് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും, നമുക്ക് ഇത്രയും കാലം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ എന്തെല്ലാം ചെയ്തിട്ട് എനിക്കൊരു ഗുണവും തിരിച്ചു കിട്ടില്ല. നമുക്ക് പ്രകൃതിയിൽ മറ്റൊരു ഫിസിക്കൽ ലോ ഉണ്ട്, ലോ ഓഫ് കോമ്പൻസേഷൻ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ലോ ഓഫ് കോമ്പൻസേഷൻ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. നമ്മൾ ഒരിടത്ത് തന്നെ ആയിരിക്കില്ല നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. നമ്മൾ ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ തിരിച്ചു കിട്ടണമെന്ന് ശഠിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന ക്ലാർക്കിന്റെ പേര് നമ്മൾ ചോദിക്കുമ്പോൾ രമണി എന്നായിരിക്കും പറയുന്നത്. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ആ ബാങ്ക് ഡെപ്പോസിറ്റിന് പലിശയൊക്കെ ആയിട്ട് വിത്ഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു കൗണ്ടറിൽ ചെല്ലാൻ പറയും. അവിടെ ഇരിക്കുന്ന വ്യക്തി ഒരു പുരുഷനായിരിക്കും. ഈ വ്യക്തി തന്നെ ആയിരിക്കില്ല നമുക്ക് ആ പണം തിരിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കില്ല, എന്തുകൊണ്ടാണ് എനിക്ക് അവർ തരാത്തതെന്ന് ചോദിക്കത്തില്ല. അവിടെ പോയി മര്യാദയ്ക്ക് ഇൻട്രസ്റ്റും ഒക്കെ വാങ്ങിച്ച് ഇതെനിക്ക് വിട്ടല് കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇതുപോലെ പ്രകൃതിക്കും മറ്റൊരു നിയമമുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നിടത്ത് തന്നെ ആകണം നമുക്ക് റിട്ടേൺ കിട്ടണമെന്ന് ഉണ്ടാവില്ല. നമുക്ക് റെസ്പെക്ട് കിട്ടുന്നതായിക്കോട്ടെ, സ്നേഹം കിട്ടുന്നതായിക്കോട്ടെ, നമ്മൾ കൊടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ വേണമെന്ന് ശഠിക്കരുത്. അത് മറ്റു സമൂഹത്തിലെ പല രീതിയിൽ പലയിടത്തു നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുള്ള അവസരമായിട്ട് ഈ സംഘടനയെ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ തന്നിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു നിയോഗമാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്. നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്തൊരു അനുഗ്രഹമാണ് അല്ലെ. എത്രയോ പേർക്ക് അതിന് സാധിക്കുന്നില്ല, എത്രയോ പേർക്ക് അതിന് മനസ്സില്ല. അങ്ങനെ ഒരു മനസ്സില് ഒരു തോന്നലുണ്ടായത് ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചതാണ്. നാരായണീയവും ഭാഗവതവും ഒക്കെ വായിക്കുന്നവർക്ക് ഒരു പക്ഷേ മനസ്സിലാകും. വൃന്ദാവന ഗമനം എന്ന് പറയുന്ന അധ്യായത്തിലെ ദശകത്തിലാണ് മേൽപ്പത്തൂർ
വർണ്ണനമാണ് തോന്നുന്നത്, വൃന്ദാവന ഗമന വർണ്ണനം എന്ന് പറയുന്ന അധ്യായത്തില് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഉപനന്ദൻ എന്ന് പറയുന്ന ഒരു ഗോപന്റെ മനസ്സില് വൃന്ദാവനത്തിലേക്ക് പോകണം എന്നൊരു ചിന്തയുണ്ടാക്കിയത് ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ് ആ ഗോപന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ ഓരോ ചിന്തകളും ഈ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഞാൻ ലിമിറ്റഡ് സമയത്ത് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയാനായിട്ട് സമയം മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും. ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹ നമസ്കാരങ്ങളോടുകൂടി വന്ദനം. വന്ദേ മാതരം. താങ്ക് യു ലക്ഷ്മിജി. ഇത്രയ്ക്കും മനോഹരമായിട്ട്, അതായത് സംരംഭവും സാമ്പത്തിക വിഷയങ്ങളെ ടോപ്പിക് ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ട് മനോഹരം